റഷ്യ യുക്രൈൻ യുദ്ധമോ ഗസയിലെ ഇസ്രായേൽ ആക്രമണമോ അതിനു മുൻപ് നടന്ന പ്രാദേശിക യുദ്ധങ്ങളോ പോലെയല്ല ഇറാൻ യുദ്ധം ആഗോളതലത്തിൽ അനുഭവപ്പെടുന്നത്. കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പോരാട്ടത്തിനപ്പുറം എന്റെയും നിങ്ങളുടെയും അടുക്കളയെയും ജീവിതത്തെയും വരെ നേരിട്ട് ബാധിക്കുന്ന ഒരു ആഗോള അടിയന്തരാവസ്ഥയായി ഇത് മാറിയിരിക്കുന്നു. അമേരിക്കയുടെ യുദ്ധദാഹം ലോകത്തെ എത്തിച്ചിരിക്കുന്നത് സമാനതകളില്ലാത്ത ഒരു സാമ്പത്തിക തകർച്ചയിലേക്കാണ്. എന്തുകൊണ്ടാണ് ഇറാൻ യുദ്ധം ലോകത്തെ ഇത്രമേൽ തളർത്തുന്നത്? അതിന്റെ ഉത്തരം ഹോർമൂസ് കടലിടുക്കാണ്. ലോകത്തെ എണ്ണ വിതരണത്തിന്റെ പ്രധാന പാതയാണിത്. ഇവിടെ ഉണ്ടായ തടസ്സങ്ങൾ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവിലയെ വലിയ രീതിയിലാണ് ഉയർത്തിയിരിക്കുന്നത്. ഏഷ്യയിലെയും യൂറോപ്പിലെയും വൻ ശക്തികൾ പോലും പണപ്പെരുപ്പത്തിൽ ഉലയുന്ന സാഹചര്യമാണ് ഇപ്പോൾ. എന്നാൽ ഈ ദുരിതത്തിന്റെ യഥാർത്ഥ ഫലം അനുഭവിക്കുന്നത് നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരാണ്. ദക്ഷിണേഷ്യയിലെയും ആഫ്രിക്കയിലെയും ദരിദ്ര രാജ്യങ്ങൾ ഇന്ധനവില വർധനവ് കാരണം പട്ടിണിയിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. കൃഷിക്ക് ആവശ്യമായ വളത്തിന് ക്ഷാമം നേരിടുന്നത് ഭക്ഷ്യസുരക്ഷയെ പോലും തകർത്തിരിക്കുന്നു. സാധാരണ മധ്യവർഗ കുടുംബങ്ങൾ പോലും ഒരു നേരത്തെ ഭക്ഷണത്തിനായി ബുദ്ധിമുട്ടുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആഗോള വ്യാപാരം ഡോളറിൽ അധിഷ്ഠിതമായതുകൊണ്ട് അമേരിക്കൻ സാമ്പത്തിക വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന ഏത് ചെറിയ ചലനവും ലോകത്തെ മുഴുവൻ ബാധിക്കും. യുദ്ധക്കൊതി മൂലം അമേരിക്കൻ ഡോളറിന്റെ മൂല്യത്തിൽ വരുന്ന വ്യതിയാനം ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളുടെ രൂപയുടെ മൂല്യം പോലും ഇടിയാൻ കാരണമാവാറുണ്ട്. വ്യവസായ ലോകവും ഇന്ന് തകർന്ന് തരിപ്പണമാവുകയാണ്. ഉൽപാദന ചെലവ് കൂടിയതോടെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ മുതൽ ചെറിയ വൻകിട സംരംഭങ്ങൾ വരെ അടച്ചുപൂട്ടലിന്റെ വക്കിലാണ്. നമ്മുടെ നഗരങ്ങളിൽ നമ്മൾ ഏറെ ആശ്രയിക്കുന്ന സ്വിഗ്ഗി, സൊമാറ്റോ തുടങ്ങിയ പ്ലാറ്റ്ഫോം ബിസിനസ്സുകൾ അക്ഷരാർത്ഥത്തിൽ നിശ്ചലമായിരിക്കുകയാണ്. ഇന്ധനമില്ലാത്തതിനാൽ ലക്ഷക്കണക്കിന് തൊഴിലാളികളുടെ ഉപജീവന മാർഗമാണ് ഓരോ നിമിഷവും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമ്മുടെ കേരളത്തിലേക്ക് വന്നാൽ ഈ സംഘർഷം നമ്മളെ നേരിട്ട് ബാധിച്ചിരിക്കുന്നു. നാം കഴിക്കുന്ന അരി മുതൽ പച്ചക്കറി വരെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. ഡീസൽ വില വർദ്ധിക്കുമ്പോൾ ചരക്ക് കൂലി കൂടുകയും ഇത് കേരളത്തിലെ വിപണിയിൽ ഭീകരമായ വിലക്കയറ്റത്തിന് കാരണമാവുകയും ചെയ്യും. മറ്റൊരു പ്രധാന കാര്യം കേരളത്തിലെ ഗൾഫ് മേഖലയോട് ചേർന്ന് നിൽക്കുന്നതാണ്. ലക്ഷക്കണക്കിന് മലയാളികളുടെ തൊഴിലും സുരക്ഷയും ഇന്ന് ഭീഷണിയിലാണ്. വിമാന സർവീസുകൾ റദ്ദാക്കുന്നതും ടിക്കറ്റ് നില കുതിച്ചുയരുന്നതും പ്രവാസികളെ നാട്ടിലെത്തിക്കുന്നതിന് തടസ്സമാകുന്നു. ഇത് കേരളത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയുടെ നട്ടെല്ലായ പ്രവാസി പണത്തിന്റെ ഒഴുക്ക് നിലയ്ക്കാൻ കാരണമാകുന്നുണ്ട്. ഇറാനെ എളുപ്പത്തിൽ കീഴടക്കാം എന്ന് കരുതിയ അമേരിക്കൻ നേതൃത്വം ഇന്ന് പകച്ചു നിൽക്കുകയാണ്. ട്രംപിന്റെ വികലമായ നയതന്ത്ര നീക്കങ്ങളും യുദ്ധക്കൊതിയും അമേരിക്കയെ തകർത്തിരിക്കുകയാണ്. ഇറാനെ തകർക്കാൻ നോക്കിയവർ ഇന്ന് യഥാർത്ഥത്തിൽ തകർന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല അവർ ലോകത്തിന്റെ സമാധാനം കൂടെ തകർത്തിരിക്കുന്നു. അമേരിക്കയുടെ പല യുദ്ധ നീക്കങ്ങൾക്കും പിന്നിൽ അവരുടെ വമ്പൻ ആയുധ നിർമ്മാണ കമ്പനികളുടെ താല്പര്യമുണ്ടെന്നത് പരസ്യമായ രഹസ്യമാണ്. ലോകം സമാധാനത്തിലേക്ക് നീങ്ങിയാൽ ആയുധ കച്ചവടം കുറയുമെന്ന് ഭയക്കുന്ന ലോബികൾ വൈറ്റ് ഹൗസിനെ വളരെ മനോഹരമായ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്. ഇറാന്റെ കാര്യത്തിലും സമാധാനപരമായ ചർച്ചകൾക്ക് പകരം പ്രകോപനപരമായ നീക്കങ്ങൾ നടത്തുന്നത് ഈ യുദ്ധവ്യാപാരത്തിന്റെ ഭാഗമായിട്ടാണ്. സ്വന്തം രാജ്യത്തെ ആയുധ കമ്പനികളുടെ ലാഭത്തിനായി ലോക സമാധാനത്തെ ബലി കൊടുക്കുന്ന അമേരിക്കൻ നയതന്ത്രം ഇന്ന് പരാജയപ്പെട്ടിരിക്കുകയാണ്. സമാധാനത്തിന്റെ വാക്താക്കളാണ് തങ്ങളെന്ന് സ്വയം അവകാശപ്പെടുമ്പോഴും ഉപരോധങ്ങളിലൂടെയും സൈനിക നീക്കങ്ങളിലൂടെയും ലോകത്തെ അവർ പട്ടിണിയിലേക്കാണ് നയിക്കുന്നത്. ഡോളറിന്റെ മേധാവിത്വം ഉപയോഗിച്ച് മറ്റു രാജ്യങ്ങളെ സാമ്പത്തികപരമായി ഞെരുക്കുന്ന ഈ സാമ്പത്തിക തീവ്രവാദം ആഗോള വിപണിയെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. waytonikah.com, the exclusive Muslim matrimonial site.